എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ജൂലൈ 19 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്കൂൾ വഴിയോ ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. എങ്ങനെ നിങ്ങൾ അപേക്ഷ നൽകിയാലും ഒരു വിദ്യാർത്ഥിക്ക് ഒരു അപേക്ഷ മാത്രമാണ് നൽകാൻ സാധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഒരു അപേക്ഷ നിങ്ങൾക്കും അതുപോലെ ഒരു അപേക്ഷ സ്കൂൾ വഴിയും നൽകാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ നൽകാൻ സാധിക്കുന്നതല്ല. ഒരു വിദ്യാർത്ഥിക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് നൽകുന്നതിനുള്ള അവസരം ഉണ്ടാവുക. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമാണ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട്, അതായത് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമോ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ സ്കൂളിലോ കോഴ്സിലോ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് നിങ്ങൾ വെറുതെ പോയിട്ട് അപേക്ഷ നൽകാൻ പാടുള്ളതല്ല. കാരണം പല വിദ്യാർത്ഥികളും വെറുതെ തമാശക്കായിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനൊക്കെ വെറുതെ കൊടുത്തിട്ട് ആ ഈ ഒരു ട്രാൻസ്ഫറിൽ പങ്കെടുക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ലിസ്റ്റും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതുവരെയുള്ള അലോട്ട്മെൻറ്റുകളിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നാലും വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഈ ഒരു സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ വിഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ട്രാൻസ്ഫറിൽ അവസരം നൽകുന്നതാണ്. അപേക്ഷ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള 138 ബാച്ചുകളിലേക്കുള്ള ആ ഒരു ഒഴിവുകൾ കൂടി ഈ ഒരു ട്രാൻസ്ഫറിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വേക്കൻസിയിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലാണോ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത്, അതായത് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ നേടിയുള്ള ആ ഒരു ജില്ല ഏതാണ് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ ജെൻഡർ, കോഴ്സ്, വേക്കൻസി എന്നിവ കാണാം. സ്കൂൾ ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂൾ കോ എഡ്യൂക്കേഷൻ ആണോ അല്ലെങ്കിൽ ഗേൾസ് സ്കൂളാണോ ബോയ്സ് സ്കൂളാണോ എന്നുള്ളതാണ്. ഗേൾസിന് ഈ ഒരു ഗേൾസ് സ്കൂളും കോ എഡ്യൂക്കേഷൻ സ്കൂളുകളും ഓപ്ഷൻ നൽകാം. ബോയ്സിനാണെങ്കിൽ ബോയ്സ് സ്കൂളും അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ സ്കൂളുകളിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് ഓപ്ഷൻ വെക്കേണ്ടത് അതിനനുസരിച്ചുള്ള ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ ഏത് കോഴ്സിൽ ആണ് എത്ര വേക്കൻസി ആണുള്ളത് എന്നുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ ഏതാണ്, ആ ഒരു സ്കൂളിൻ്റെ കോഡ് എന്താണെന്നുള്ള ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ഏത് കോഴ്സാണ്, കോഴ്സിൻ്റെ കോഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളൊക്കെ കറക്റ്റായിട്ട് സ്കൂളിൻ്റെ കോഡ് പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട്, അതായത് ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായിട്ട് പേപ്പറിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളോ കോഴ്സോ വിട്ടുപോകുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകി സബ്മിറ്റ് ചെയ്ത ശേഷമായിരിക്കും ഒരു സ്കൂൾ കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കോഴ്സ് കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അതുപോലെ ഓപ്ഷൻ നൽകി സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ്റെ പ്രയോറിറ്റി കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളിപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഈ ഒരു ബയോളജി സയൻസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്ന സ്കൂളോ കോഴ്സോ ആയിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് താല്പര്യമെന്ന് കരുതുക. ഞാൻ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ആണ് വെച്ചതെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കവിടെ പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ, അതായത് ഏത് കോഴ്സിലേക്കാണോ പോകാനായിട്ട് ട്രാൻസ്ഫർ ലഭിക്കാനായിട്ട് താല്പര്യമുള്ളത്, അതുപോലെ ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ ലഭിക്കാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ വെക്കാനായിട്ട് പാടുള്ളൂ. താല്പര്യമില്ലാത്ത കോഴ്സോ സ്കൂളോ ഓപ്ഷനായിട്ട് വെക്കരുത്. കാരണം അഥവാ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാറേണ്ടി വരും. ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നൽകിയ അപേക്ഷ എഡിറ്റ് ചെയ്യാനോ മറ്റോ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ആവശ്യമുള്ളത് ആ ഒരു സ്കൂളായിരിക്കണം, അതുപോലെ ആ ഒരു കോഴ്സുകളിലേക്കായിരിക്കണം വേക്കൻസി ആയിട്ട്
നിങ്ങൾ ആദ്യം തന്നെ വേക്കൻസി ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ മാറ്റം ലഭിക്കേണ്ടത് അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടത്. ഓപ്ഷൻ ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 1, 2, 3 ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം. ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാമെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. അപ്പോൾ ക്രമ നമ്പർ ഇട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഏത് സ്കൂളിലേക്കാണ് ഫസ്റ്റ് വേണ്ടത് ആ ഒരു സ്കൂളിലെ കോഡ് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം ഏത് കോഴ്സിലേക്കാണ് അതായത് ഏത് കോഴ്സിലേക്കാണ് മാറേണ്ടത് അത് കറക്റ്റായിട്ട് ഏത് കോഴ്സാണെന്നുള്ളത് കറക്റ്റായിട്ട് കോഴ്സിൻ്റെ കോമ്പിനേഷൻ കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് മാറേണ്ടത് ആ ഒരു പ്രയോറിറ്റി ബേസിൽ, പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അതിനാണ് ഒന്നാമത്തെ പ്രയോറിറ്റി വെച്ച് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒഴികെ, അതുപോലെ വിഭിന്നശേഷി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒഴികെയുള്ളവർക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട എന്നിവയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിന് അതായത് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിരിക്കണം, തെറ്റിപ്പോകരുത്. നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ഇനീഷ്യൽ സഹിതം നൽകുക. അതായത് ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ ഉണ്ടാകും, അത് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു SSLC രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗത്ത് SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു +1 ആപ്ലിക്കേഷൻ നമ്പർ നൽകേണ്ടത് അത്, അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൻ്റെ കോഡ് നൽകുക, അതായത് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതിനുശേഷം ഏത് കോമ്പിനേഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഇതുപോലൊരു പേജിൽ അതായത് നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ ആ ഒരു ഓപ്ഷൻ വെക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഏത് സ്കൂളിലേക്കാണ് ഓപ്ഷൻ വെക്കേണ്ടത് ആ സ്കൂളിൻ്റെ കോഡ് നൽകാനുള്ള ഒരു ഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു കോഴ്സ്, ഏത് കോഴ്സാണ് ആ സ്കൂളിൽ നിങ്ങൾ ഉള്ളത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം ആഡ് ഓപ്ഷൻ ഉണ്ടാകും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അതായത് കറക്റ്റായിട്ട് ഈ ഒരു 1, 2, 3 ഈ രീതിയിൽ സീരിയൽ നമ്പർ, അതുപോലെ സ്കൂൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ് ഇങ്ങനെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നൽകി ആഡ് ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതിന് സൈഡിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാകും, നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. എല്ലാ കാര്യങ്ങളും കൺഫേം ആണെന്നുള്ളത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് മാറും എന്ന് ഉറപ്പുള്ള ഓപ്ഷനുകളാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യം കൂടി അതിലുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോഴായിട്ട് ഒരു 2 തവണയായിട്ട് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഒക്കെ കറക്റ്റാണോ, നിങ്ങൾക്ക് വേണ്ട ട്രാൻസ്ഫർ വേണ്ട കോഴ്സ് തന്നെയാണോ വെച്ചത്, അതുപോലെ സ്കൂളോ കോഴ്സോ മാറിപ്പോയിട്ടില്ലല്ലോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നും മാറിപ്പോയിട്ടില്ല, അതുപോലെ ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇത്രമാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള സർക്കുലർ ഇവിടെയുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ്. ഈ ഒരു സർക്കുലർ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അധികമായിട്ട് കാസർഗോഡ്, മലപ്പുറം ജില്ലയിൽ അധികമായിട്ട് അനുവദിച്ച 138 താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകൾ കൂടി ചേർത്തിട്ടുള്ള വേക്കൻസിയാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ജില്ലയിൽ നിങ്ങൾക്ക് കോഴ്സ് മാറ്റത്തിനോ സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലിങ്കിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. വിവിധ അലോട്ട്മെൻറ്റുകളിൽ ഒന്നാം ഓപ്ഷനുകളിൽ പ്രവേശനം നേടിയവർ വിഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർ അധിക സീറ്റ് സൃഷ്ടിച്ച് അലോട്ട്മെൻറ്റ് അനുവദിച്ചതിനാൽ എന്നീ വിഭാഗത്തിലുള്ള പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. മറ്റ് കോട്ടകളായിട്ടുള്ള സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടയിൽ പ്രവേശനം നേടിയവരും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ അർഹരല്ല. സ്പോർട്സ് കോട്ടയിലും അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനുള്ള അവസരം നൽകാറുണ്ട് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ നിങ്ങൾക്ക് മുൻപ് നൽകിയ ഓപ്ഷൻ ആയിരിക്കണമെന്നില്ല. ഒന്നിലധികം സ്കൂളുകളിലേക്ക് കോഴ്സ് കോമ്പിനേഷനിലേക്ക് മാറ്റത്തിനായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. മുൻഗണനാ ക്രമത്തിലാണ് ഓപ്ഷൻ നൽകേണ്ടത്. മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള സ്കൂളുകളും കോമ്പിനേഷനുകളും മാത്രം വിദ്യാർത്ഥികൾ ഓപ്ഷനായിട്ട് നൽകുക. സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പുതിയ സ്കൂളിലേക്ക് മാറേണ്ടതാണ്.
നിങ്ങൾക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ഒഴിവില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരുമിച്ചാണ് നടത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകളൊക്കെ ഒരുമിച്ച് ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. ജൂലൈ 19 ഉച്ചയ്ക്ക് 2 മണിവരെ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.